സോ ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും മോൺസ്റ്റർ ഗെയിമിംഗ് വീഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് ഗ്രാനി ചാപ്റ്റർ 2ൻ്റെ വീഡിയോ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 2 നമ്മൾ ഡോർ എസ്കേപ്പും ഹെലികോപ്റ്റർ എസ്കേപ്പും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒറ്റ എസ്കേപ്പും കൂടി മാത്രമല്ല, നമ്മളെ ബോട്ട് എസ്കേപ്പ് മാത്രം. ആ എസ്കേപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഗ്രാനീൻ്റെ മൊത്തം കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ഒറ്റൊരു എസ്കേപ്പ് മാത്രമല്ല, ബോട്ട് എസ്കേപ്പാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രൈ ആവുമല്ല, ജയിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് സംഭവം വേണ്ടതെന്ന് എനിക്കറിയാം. ബോട്ടിക്ക് വേണം, ഗ്യാസ് ഓയിൽ വേണം, സ്പാർക്ക് പ്ലഗ് വേണം, പിന്നെന്താ വേണ്ട എടാ ഇത് വേണ്ടേ, പെഡ്ലോക്ക് കീ വേണം, സ്റ്റാരിങ് വേണം. ഇത്രയും സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബോട്ട് എസ്കേപ്പ് സിമ്പിളായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും. അവിടെ നമുക്ക് അത്രയ്ക്കുള്ള സംഭവം. ഓക്കെ, അവിടെ നമുക്ക് ഒരു ഗ്ലാസ് ഫ്യൂസ് കണ്ടു. ഗ്ലാസ് ഫ്യൂസിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തിട്ടില്ല. ഓക്കെ, അത് അവിടെ നിന്നോട്ടെ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ പരിപാടി ചെയ്തിട്ടുണ്ട്, നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഗ്രാൻഡ് ഇപ്പോൾ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചതെന്നൊന്നും ഒരു പിടിയില്ല ഗൈസ്, എന്ത് ചെയ്യുന്നൊന്നും അറിയില്ല. ഓക്കെ, നമ്മളെ ഗ്രാനി പോയിട്ടുണ്ട്. നമുക്ക് വേഗം പോയിട്ട് എല്ലാത്തോടും തപ്പ കേസ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ ഡ്രോയർ തുറക്കണം. ഇതെന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇല്ല ഇവിടെ ഒന്നുമില്ലടാ, ഇവിടെ ഉണ്ടായാൽ മതി ഇന്ന് കേസ്. ഓക്കെ, ഒന്ന് കിട്ടി സ്പാർക്കിളൊക്കെ കിട്ടി ഒന്ന്. സോ കേസ് നമ്മൾ ബോട്ട് എസ്കേപ്പിന് ഒരു സംഭവം കിട്ടി കൈസ്. ഓക്കെ, എണ്ണിക്കോളൂ ഒരു സംഭവം കിട്ടി. ഇനി നമുക്ക് എത്രണ്ണം വേണം? 5 4 വേണം. നമ്മളെ അത്ര വേണം കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പാർക്കിളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ തുറന്നിട്ട് കേസ്. നമ്മൾ എന്തെങ്കിലും വെപ്പണിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സംഭവം തുറന്നില്ലെങ്കിൽ ചെയ്യാം. ഗ്രാൻഡ് അങ്ങോട്ട് പോകുന്നുണ്ട് കേസ്. നമുക്ക് വേഗം ഓടിക്ക് കയറാം. ഗ്രാനി എന്തായാലും അടിയിലാവും ചാൻസ്. ഓക്കെ, ആ സൗണ്ട് കേട്ടുകൊണ്ട് ആ വെള്ളത്തിൽ കിട്ടി അടിക്കാണല്ലോ വീഴുക. അത് ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് കുറച്ച് അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. എടോ ബോട്ടിക്ക് എൻ്റെ മോനെ സീനോ ഗ്രാനിയാണോ എടോ അതിലേക്ക് ബോട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. 2 സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര 4 സാധനം വേണം കേസ്. ഓക്കെ, അല്ല ഇനി സ്റ്റെയറിങ്ങും പെഡ്ലോക്ക് കീയും ഗ്യാസ് ഒരു 3 സാധനം കിട്ടിയാൽ നമ്മൾ എസ്കേപ്പ് പോകും. അത് കിട്ടണം കേസ്, അത് കിട്ടാൻ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കണ്ട. ഫ്രഞ്ച് ഇവിടെ ഉണ്ട്, ഫ്രഞ്ച് നമ്മൾ കണ്ടുവെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും അയ്യോ അമ്മച്ച് മാലൂർക്ക് പോയി കേസ്. ഒരു ഡേ പോയി വെറുതെ കേസ്. ഒരു ഡേക്ക് തന്നെ എത്ര പ്രാധാന്യം ഉണ്ട് അറിയാം കേസ്. അത് വെറുതെ കളയാൻ പാടില്ല. പക്ഷേ എങ്ങനെയാണ് ഞാൻ തോറ്റതിക്കാൻ അറിയാം. അത് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ചാടിയാൽ മതിയായിരുന്നു, പൊട്ടത്തരം കാട്ടേണ്ടിയിരുന്നു. അത് ചെറുതായിട്ടൊന്ന് കൊളായി പോയി. കുഴപ്പമില്ല, നമുക്ക് ഇനിയും റെഡി ഉണ്ട്. ഇനിയും 3-4 ദിവസം ഉണ്ട് കേസ് ബാക്കി. ഇനി പേടിക്കാനൊന്നുമില്ല. ഓക്കെ, എന്തിനങ്ങനെ പേടിക്കണത് കേസ്. ഓക്കെ, ഗ്രാൻഡ് പോയിട്ടുണ്ട്. അടുത്ത് യെസ് ഇവിടെ ട്രാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ട്രാപ്പൊക്കെ നമ്മൾ നോക്കിയില്ലെങ്കിൽ സീൻ കിട്ടും. ഓക്കെ, ഇവിടെ എന്തൊരു മോകം, അതിന് മോകം കണ്ടില്ല കേസ് ഇങ്ങനെ നിൽക്കണത്. ഓക്കെ, അവിടെ എന്തെങ്കിലും നോക്ക് മീറ്റ് ഇവിടെ എന്തെങ്കിലും പ്ലീസ് എന്തെങ്കിലും. എടാ ഇവിടെ ഒന്നും ഇല്ലടാ. ആകെ കിട്ടിയത് മറ്റേ ഈ സംഭവമാണ്, മറ്റേ നമ്മളെ ഇതില്ലേ കട്ടിങ് പ്ലെയർ മാത്രമേ കിട്ടിയുള്ളൂ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും, ചാൻസ് ഉണ്ടാവും. ഓക്കെ സെറ്റ്. എൻ്റെ മോനെ ഇത് വേഗം കിട്ടുന്നുണ്ടല്ലോ ഗൈസ്. വെപ്പണിക്ക് എടാ ഇത് സീനിട്ടോ. ഇനി 2 സാധനം മതി ഗൈസ്, 2 സാധനം. അതൊരു പെഡ്ലോക്കിയും സ്റ്റെയറിങ്ങും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബോട്ട് എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കും. എടാ ഞാൻ ചാടരുത്. അത് ഇത്ര എന്തായാലും പോവാം കേസ്, എന്തായാലും വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഒളിച്ചിട്ട് സേഫ് അല്ല. നമുക്ക് വേഗം കൊണ്ട് ഇത് വെള്ളത്തിൽ ഇടാം. അതിന് ശേഷം നമുക്ക് അടിയിൽ എന്തെങ്കിലും തോക്കുണ്ടോ നോക്കി നോക്കാം. ഇല്ലടാ തോക്കില്ല. ശരാ ഇതാണല്ലോ. നമുക്ക് വേഗം പോയ കേസ്. ഗ്രാൻഡ് എന്തായാലും അടിയിലാവും. അവിടെ ഗ്രാൻഡ് പോകുന്നടാ. എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുന്നു കേസ്. ഗ്രാൻഡ് ആ റൂമിലേക്ക് കയറിയിട്ടുണ്ടായി, കുറച്ച് ഭാഗ്യമായി. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം പോവുക കേസ്. ഗ്രാൻഡ് എവിടെയാണാവോ എന്തോ. എന്തായാലും മുകളിലേക്ക് വേഗം കയറി നോക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേസ്. ഓക്കെ, മുകളിൽ ഇവിടെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളെ വെപ്പണിക്ക് എടുക്കുക കേസ്, അതാക്കും നല്ലത്. അല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് ഇവിടെയൊക്കെ നോക്കണം. ഈ പെട്ടി നോക്കിയിട്ടില്ല. ഈ ഒരു സംഭവമല്ലേ കേസ്. ബോട്ടിക്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പം നമുക്കിത് അടിയിൽ കൂടെ ചാടണോ? വേണ്ട, അടിയിൽ കൂടെ ചാടണത്ര സേഫല്ല. അടിയിൽ കൂടെ ചാടി ഗ്രാനി പണ്ടല്ലോ കേസ് അവിടെ. ഗ്രാനി വന്ന് കേസ്. നമുക്ക് എന്തായാലും ഇതിൽ കൂടെ ചാടിയുണ്ട് നമ്മൾ. ഓക്കെ ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ കേസ്. ഓക്കെ, ഗ്രാനി വന്നു, ചാടി. ഓക്കെ സെറ്റ് ഇങ്ങനെ തന്നെ കളിച്ചാൽ മതി കേസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇത് തുറക്കണം കേസ്. ഇത് തുറക്കാനാണ് കുറച്ച് നമ്മൾ പെട്ടത്. അവിടെ നിന്ന് പെട്ടെന്ന് ആ ഒരു ഇതില്ല കേസ്. നമ്മളെ ബാക്കിലുണ്ട്. ഉഷാറായി കേസ്. മെല്ലെ പോയി എടുത്തു. ഞാനിപ്പോൾ അവിടെ ഉറങ്ങണ്ടായിരുന്നു കേസ്. മെല്ലെ പോയി എടുത്തു. ഇതെന്തായാലും നമുക്ക് അടിയിക്ക് ഇടാം. അത് ആവശ്യമുണ്ട്, റഞ്ചിൻ്റെ ആവശ്യമുണ്ടാവും. ഇതെന്നെ അടിയിക്ക് ഇടുക കേസ്. അപ്പോൾ ഗ്രാനി ഇവിടെ ഉണ്ട്. ഓക്കെ സെറ്റ്. ഞാനിപ്പോൾ എന്താ കുഴപ്പമില്ല കേസ്. ഓക്കെ, ഞാനിപ്പോൾ എണീറ്റ് പറഞ്ഞതേ ഉള്ളൂ കേസ്. അപ്പത്തേക്ക് അടിച്ചു. എന്താണ് അത്? ഞാനിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ കയറി വരുന്നത്? ഞാനിപ്പോൾ ഒന്ന് എണീറ്റുണ്ടാവും എന്ന് പറയാനും പറ്റൂലേ.
എന്ത് തേങ്ങയാണാവോ ഇതൊക്കെ ഇനി 3 ദിവസം കൂടി കഴിച്ചു. ഇനി 3 ദിവസം കൂടി കുറേ സാധനങ്ങൾ കിട്ടിയതുകൊണ്ട് തന്നെ അത്ര പേടിയില്ല. 2 സാധനങ്ങൾ കിട്ടിയാൽ നമ്മൾ എസ്കേപ്പ് പോകും. ഓക്കെ, എല്ലാ സാധനം നമ്മളവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, അതുകൊണ്ടൊരു പേടിയില്ല നമുക്ക്. അപ്പോൾ ഈ ഹെലികോപ്റ്റർക്കാണ് കുറച്ച് പാട് കേസ്, അവിടെ കൊണ്ടിടണം, അതൊക്കെയാണ് പാട്. ഇത് കിട്ടിയിട്ടും കാര്യമല്ല, അവിടെ കൊണ്ടിടേണ്ട കേസ് എല്ലതും, അത് കുറച്ച് പാടാണ്. പക്ഷേ ഈ ബോട്ട് എസ്കേപ്പ് പറഞ്ഞാൽ കിട്ടിയാലും ആ വെള്ളത്തിൽ കിട്ടാൽ മതി, അവിടെ കൊണ്ടുപോയി നിന്നോളും. അപ്പോൾ അത്രയ്ക്കും കുറച്ച് ഈസിയുള്ള സംഭവം നമ്മളെ ബോട്ട് എസ്കേപ്പാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഡോറ് അറിയില്ല, ഏതെല്ലാം പാടന്നെ. നമ്മളെ ഏറ്റവും പാടുള്ള നമ്മളെ ഇതാട്ടോ, നമ്മളെ ഹെലികോപ്റ്റർ, അതിനെ ഒട്ടിക്കാൻ കഴിയില്ല. ഏറ്റവും നമ്മളെ കടുപ്പുള്ള ഹെലികോപ്റ്ററാണ്. കടുപ്പെന്ന് ചോദിക്കും നിങ്ങൾ ചായൻ്റെ കടുപ്പാണോന്ന്, ആ ചക്കാർക്ക് അല്ലട്ടോ വൈസ്. നിങ്ങളെന്താ പറയുന്നത്, ഹാർഡ് നല്ല ടഫായി തോന്നുന്നത് അങ്ങനെ പറഞ്ഞാൽ പോരെ. നല്ല ടഫായി തോന്നുന്നത് നമ്മളെ ഹെലികോപ്റ്ററാണ്. നല്ല കടുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചായക്ക് കിട്ടൂലേ, കടുപ്പെന്നും പറയും, മറ്റുള്ളവർ പറഞ്ഞെങ്കിൽ പറയും, ഓരോരുത്തർക്ക് ഓരോരോ ഇതാണല്ലോ. എന്തായാലും നമുക്ക് തോക്കിട്ടിട്ടുണ്ട്, അതൊന്നും പിന്നെ പറയാം. തോക്കിട്ടിട്ടുണ്ട് കേസ്, നമുക്ക് എന്തായാലും ഗ്രാനിനെ കണ്ട് കിട്ടില്ലായിട്ട് കൊല്ല കേസ്. ഇപ്രാവശ്യം വിറക്കലില്ലാത്തതുകൊണ്ട് തന്നെ ഗ്രാനി വേഗം ഡൗൺ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നാളൊക്കെ ഒരു വിറക്കലുണ്ടായിരുന്നു, മറ്റേ തോക്കായതുകൊണ്ടേ. ഗ്രാൻഡ് കാൽമേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുട്ടുകാല് തച്ചുപിടിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ വെടി വെച്ച് പോകുന്നുണ്ട്. ഓക്കെ അടുത്തടുത്ത് സംഭവം ഇവിടെ കിട്ടി. അത് വെള്ളത്തിൽ കിട്. ഇനി എല്ലതും വെള്ളത്തിൽ കിട്ടുക കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം കേസ്. അപ്പോൾ വേഗം പോവാം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മൾ ഇന്നലെ നോക്കിയതാണ്. സെക്യൂരിറ്റിക്ക് ഉണ്ട് കേസ് ഇവിടെ. നമുക്ക് വേഗം പോയി സെക്യൂരിറ്റിക്ക് തുറക്കാം. സെക്യൂരിറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും കേസ്, അതൊക്കെ നല്ലൊരു ഉറപ്പുണ്ട്, അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും, ഉറപ്പാണ് കേസ്. ഓക്കെ, നോക്കാം നമുക്ക് വേഗം പോയിട്ട്. സേഫ് കീ അവിടെ സേഫ്റ്റിനുള്ളിൽ നിന്ന് എങ്ങനെ നല്ല എന്തെങ്കിലും സാധനം കിട്ടിയാൽ മതിയെന്നു. നമുക്ക് വേഗം എസ്കേപ്പ് ആവില്ല കേസ്. പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ലൈക്കൊക്കെ ചെയ്യുക. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക, ആരും ലൈക്കും ചെയ്യില്ല കേസ്. എന്തായാലും നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ കേസ്, അപ്പോൾ നിങ്ങൾക്ക് ചടക്കിയുണ്ടെങ്കിൽ ഒന്ന് പറയുക കേസ്. ഞാൻ എൻ്റെ വീഡിയോ നിർത്തണമെങ്കിൽ ഒന്ന് പറയുമെങ്കിൽ നിർത്താം. ഇതും കൂടി കഴിഞ്ഞു കേസ്. ഓക്കെ, 21 മിനിറ്റൊക്കെ ഉണ്ട് സംഭവം. നിങ്ങൾക്ക് ചടക്കുണ്ടോ എന്നൊക്കെ അറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയണം കേസ്, അല്ലെങ്കിൽ ഇതാവും. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മളെന്തായാലും പറയാം, ഡ്രോപ്പ് ചെയ്തിട്ട് ഗ്രാനിയെ വിളിക്കാനുള്ള പ്ലാനാണ്. ഗ്രാനി വരുന്നില്ല കേസ്, എത്ര വിളിച്ചിട്ട് ഗ്രാനി വരുന്നില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്, ഗ്രാനി വരുന്നില്ല. വന്നു വാടി ഇങ്ങോട്ട് വാ ആയിക്കോട്ടെ വാ. അങ്ങനെ വെള്ളക്കണ്ണ കേസ്, ഗ്രാനിക്ക് വെള്ളക്കണ്ണാണ്. പക്ഷെ നൈറ്റ് മെയർ എന്താ കിട്ടുക കഴിഞ്ഞാൽ നമ്മൾ ചുവപ്പ് കണ്ണാവും, നല്ല സീനാണ്. ഓക്കെ ഗ്രാൻഡ് പടിയിലുണ്ടോ എന്നൊരു സംശയം. ഇല്ല വാ പോ. എടാ ഒക്കെ സേഫ്. അവിടെ സൗണ്ട് ഉണ്ടായി. എടാ ഹാൻഡിൽ പോയി അടഞ്ഞ മോനെ, ഹാൻഡിൽ ഞാൻ പ്രതീക്ഷയില്ലെന്ന് കേസ്. നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വേഗം പോവുകയാണ് കേസ്. ഓക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയാണോ എന്തോ ഒന്നും അറിയില്ല, സൗണ്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വെപ്പണിക്കാണ്, അവിടെ ഒന്നുമില്ല കൈസ്. ഓക്കെ, എന്തായാലും അവിടെ ഇല്ല. എന്തായാലും ഇവിടെ നിൽക്കുക കൈസ്. ഓക്കെ, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊരു പിടിയില്ല. നമുക്ക് മെല്ലെ പോയി നോക്കാം. ആരുമില്ല കൈസ്. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ സെറ്റ്. ഓക്കെ എൻ്റെ മോനെ സീനാണല്ലോ. എടോ ചത്ത് കൈസ്. അങ്ങനെ പോണത്ര സേഫല്ലേ കൈസ്. സൗണ്ടും കേട്ടു. എന്തിനാണെന്നിപ്പോൾ ചെയ്തത് കൈസ്. 4ാമത്തെ ദിവസം കേസ്, ഒറ്റ ദിവസം കൂടി നമുക്ക് ബാക്കിയുള്ളൂ. അത് ഫൈനൽ ഡേ ആയിട്ടുള്ള നമ്മൾ 5ാമത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞു കേസ്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറയുന്നു. അത് അത്രയും കണ്ടുപിടിച്ചിട്ട് തോക്കുകയാണെങ്കിൽ ഭയങ്കര സങ്കടമാവും കേസ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. അയ്യോ ഗ്രാനി അതിങ്ങനെ കേസ് കാണുന്നത്, അത് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേസ്. അത് നമ്മളെങ്ങനെ പോകുമ്പോൾ ഗ്രാനി ഇങ്ങനെ നമ്മൾ കാണുന്നത് കേസ്. അങ്ങനെ അതിന് പ്രത്യേകിച്ച് അത് ചിലപ്പോൾ ഗ്രാനി കാണുന്നതാവും. അങ്ങനെ പറയാൻ വെച്ചത് ബെല്ലടിച്ച ഗ്രാനി അങ്ങോട്ടല്ലേ പോവുക കേസ്. അപ്പോൾ ഇങ്ങനെയാണ് കാണുക എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റും ചെയ്യേണ്ട കേസ്. ഞാൻ പൊട്ടത്തിൽ എങ്ങനെ ഓരോന്ന് വിളിച്ചറിയും, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ഉപകാരമുള്ള കമൻറ്റ് ചെയ്താൽ കേസ്, അതൊന്ന് കമൻറ്റ് ചെയ്യാനൊന്ന്. ബോട്ട് സ്റ്റിയറിംഗ് വീൽ കിട്ടിയ കേസ്. ഓക്കെ. അപ്പോൾ എവിടെയാണ് കേസ് നമ്മളെ പെഡലോക്കി, എവിടെയാണ് ടാപ്പ്? സ്റ്റിയറിങ് കിട്ടി മോനെ. ഇനി നമുക്ക് അടിയിലേക്ക് ചാടണം കൈസ്, അതാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ അടിയിലേക്ക് ചാടില്ല കൈസ്. എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക. പോവാണ് അടിക്ക് ചാടുകയാണ്, ആരുമില്ലാതെ തോന്നുന്നു. എന്താ സംഭവം? അയ്യോ എടാ എന്തിനാണ് ഗ്രാനിങ്ങനെ അവിടെ എന്തായത്? എടാ തോറ്റടാ. 5ാമത്തെ ദിവസം കൈസ്, ഫൈനൽ ഡേ. ഇത് കഴിഞ്ഞു കൈസ്. അത്
ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ സംഭവം ഇത്ര ആക്കി വെച്ചിട്ട് തോക്കുക പറഞ്ഞാൽ എങ്ങനെ കഴിച്ച് ഞാൻ സമ്മതിക്കും. ഇനി 5ാമത്തെ ദിവസം കഴിച്ചു എന്തായാലും നമുക്ക് സ്റ്റെയറിങ്ങിൻ്റെ വീല് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒറ്റ പരിപാടിയുള്ളൂ. ഇനി എന്താ ഉള്ളതെന്നൊന്നും ഒരു പിടിയില്ല കേസ്. അല്ല ഒറ്റ പരിപാടിയൊന്നുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് കൂടി എനിക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഉള്ളത് നോക്കട്ടെ കേസ്. എന്താ ഇപ്പോൾ ഉള്ളത് ചെയ്യാൻ? എന്താ ഇപ്പോൾ ഉള്ളത് കേസ്? ഒന്നുമില്ല കേസ്. ഇതിൽ നമുക്ക് നോക്കി നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോയെന്ന്. സ്റ്റെയറിംഗ് വീല് കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പോൾ സ്റ്റെയറിംഗ് വീല് നമുക്ക് എവിടെ വെച്ച് മുകളിലല്ലേ? ഓക്കെ സ്റ്റെയറിംഗ് വീല് പോയിട്ട് എടുക്കുക കേസ്. അതൊന്നും തള്ളിയിടാൻ നിൽക്കണ്ട. ഡോർ ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഡോർ ലോക്കൊക്കെ നമുക്ക് ഇപ്പോൾ എന്തായാലും ഡോറിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അന്ന് വേണ്ട കേസ് ഒക്കെ പിന്നെ ചെയ്യാൻ ഇപ്പോൾ ഉടായ്പ കേസ് കൊണ്ടുവന്നാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോർ ലോക്ക് പിന്നെ ഇടാം. നമുക്ക് അടിയിൽ കിട്ടുക കേസ്. ഞാനിൻ്റെ ദിശ മാറ്റി വിടും നമുക്ക്. ഓക്കെ ഇവിടെ സ്റ്റെയറിംഗ് വീൽ എവിടെ? അവിടെ ഉണ്ട്. ഇത് നമ്മൾ പെഡൽ ലോക്കിക്ക് എവിടെയാണാവോ വെച്ചത് ഒരു പിടിയില്ല. പക്ഷെ നമുക്ക് ഗ്രാനീനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുള്ളൂ. ഗ്രാനി അടിയിലുണ്ടാവും. ഓക്കെ ഗ്രാനീനെ ഇങ്ങോട്ട് വിളിച്ചു വെച്ച ശേഷം ഞാൻ അതിലൂടെ വരും പറയാൻ പറ്റൂല. അതെനിക്ക് പേടിയാവുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് എന്തായാലും ഒന്നും നോക്കിയില്ല ചാടിയിട്ട് ഇവിടെ എന്തായാലും ഗ്രാനി ഉണ്ടാവില്ല എനിക്കറിയാം. ഓക്കെ ചിലപ്പോൾ പറയാൻ പറ്റും. ഇപ്പം ഗ്രാനിൻ്റെ ചെവി കേൾക്കില്ല. അത് ചെറിയ പ്രശ്നമാണ്. ഓക്കെ സെറ്റ് ഇനി ഒറ്റൊരു സാധനം കൂടി കഴിച്ച് ഒറ്റ സാധനം കൂടി. അതായത് നമ്മളെ പെഡൽ ലോക്കിക്ക് മാത്രം. ഓ ഗ്രാനിപ്പം ഒന്നുമില്ല. പേടിയില്ല. ഗ്രാനി എൻ്റെ മോനെ ഇന്നാൾ അങ്ങനെ നമ്മൾ ചത്തത് കേസ്. 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചത്തത്. അവിടുന്ന് ചത്തത്. ഇനി ഇപ്രാവശ്യം നമ്മൾ ചത്തില്ല. നമ്മളെന്തായാലും വളരെ വെട്ടിക്കാനൊന്നും ഒന്നുമില്ല കേസ്. വേഗം പോയി ഒളിച്ചിരുന്നു. അല്ലെങ്കിൽ സീനാണ് കേസ്. 2ആളൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി ഒളിച്ചിരിക്കണമാണ് നല്ലത്. വെറുതെ ഡേ പോക്കണ്ടല്ലോ കേസ്. ഇനി ഡേ പോക്കാനില്ല കേസ്. 5ാമത്തെ ദിവസം അത് ഗ്രാൻ പടിയിലേക്ക് പോയോ കേസ്? അല്ലെങ്കിൽ ഞാൻ തുറന്നിട്ട് വാതിലാണോ അല്ലെങ്കിൽ ഗ്രാൻ ഇപ്പോൾ പോയതാണോ? ഒരു പിടുത്തമില്ല കേസ്. നിങ്ങൾ എന്താണ് പറയുന്നത്? എനിക്കാണെങ്കിൽ തല കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു തേങ്ങയും നിച്ചല്ല. അവിടെ ഒന്നുമില്ല കേസ്. ഓക്കെ എടാ ഗ്രാനി കണ്ടടാ. എന്ത് തേങ്ങയാണിത്? വാ എൻ്റെ പിന്നാലെ പാടി ചേച്ചി. പിന്നാലെ അവൻ്റെ തോക്കൊക്കെ എൻ്റെ കൈ കെട്ടിയിട്ട് തലമണടിച്ച് മുടിക്കുന്നു. അത് ഒരു സംശയം വേണ്ട കേസ്. ആ വിറയ്ക്കണ തോക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് അടിപൊളി തോക്ക് കേസ്. അതാണെങ്കിൽ ഉണ്ട കയ്യുമില്ല. സുഖമായിട്ട് വെക്കുക കേസ്. വിറച്ചണ്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ അതത്ര പേടിയില്ല. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വീട്ടിൽ സംഭവം ചെയ്യാണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രഞ്ച് കൊണ്ടുവന്നിട്ട് സംഭവം ചെയ്യാണ്ട് നമ്മളെ വെള്ളം പോക്കാണ്ട് കേസ്. വെള്ളം പോക്കിയിട്ട് ഓരോരോ സംഭവങ്ങൾ ചെയ്യാണ്ട്. അതൊക്കെ ഞാൻ ഫ്രഞ്ച് എവിടെ വെച്ചെന്നൊക്കെ മറന്നുപോയി. അപ്പോൾ മുകളിലാണ് ഉണ്ടാവും. ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഞാൻ ഇങ്ങോട്ട് പോകുന്നുണ്ട് കേസ്. ഓക്കെ നമുക്ക് എന്തായാലും പരിപാടികളൊക്കെ തുടങ്ങി കേസ്. അപ്പോൾ എന്തൊക്കെ സംഭവം നോക്കട്ടെ. ഇവിടെ തോക്കുണ്ട്. ഷോട്ട് ഗണ്ണ് ഉണ്ട് കേസ്. നമുക്ക് എന്തായാലും ഗ്രാനിനെ കൊന്നാലോ കേസ്? കൊല്ലണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താ? കൊല്ലണോ? വളരെ കൺഫ്യൂഷനായി നിൽക്കുകയാണ് കേസ്. ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയില്ല. എന്തായാലും കൊല്ല കേസ്. കൊല്ല അടിയിലുണ്ടുണ്ട്. 2 ഉണ്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഗ്രാനിൻ്റെ ഗ്രാപ്പിൽ അങ്ങനെ തട്ടിക്കളയാം. എന്നാൽ പിന്നെ സുഖമായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും. ഓക്കെ എവിടെ ഉണ്ടുണ്ട്. എടുക്ക് സെറ്റ്. 2 എടുക്കണ്ട. ഒന്നെടുത്തിട്ട് എടുക്കുക കേസ്. അതാണ് സേഫ്. ഓക്കെ ആ ഉണ്ടങ്ങ് കൊണ്ടിയില്ലെങ്കിൽ അവസ്ഥ. ഓക്കെ 1 ഡൗൺ ആയി. രണ്ടാമത്തെ അവിടെ വേം വരണം കേട്ടോ. വേം വരണം. ഞാൻ ഒന്നിന് വെച്ച എല്ലാവരും വേം വരണം. എന്നാലേ എനിക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. വേം അവിടെ ഞാനിപ്പോൾ എന്താ വരാത്ത? വന്നു വാ 1 മിനിറ്റ് 3 സെക്കൻഡ് അല്ല 10 സെക്കൻഡ് ആയാലും ഒരു കുഴപ്പമില്ല. അയ്യോ 10 സെക്കൻഡ് കുറവല്ലേ? 40 സെക്കൻഡ് ആയാലും ഒരു കുഴപ്പമില്ല. ഞാൻ കാണിച്ചു തരാം മോനെ. ഇനി എന്താ സംഭവം? നമ്മൾ ആ മീറ്റ് ഉണ്ട്. മീറ്റ് യെസ് ഞാൻ ഓരോരോ സ്ഥലത്ത് കയറുമ്പോഴാണെങ്കിൽ ഓരോന്ന് ഓർമ്മ വരുന്നത്. ഓക്കെ പിയാനും നമുക്ക് വായിക്കാൻ നേരമില്ല. നമ്മൾ മീറ്റ് അവിടെ ഇട്ടുണ്ട്. നമുക്ക് നേരം ഫ്രഞ്ച് സെറ്റ് ഫ്രഞ്ച് കിട്ടി. ഫ്രഞ്ചൊക്കെ നമ്മൾ അന്ന് അവിടുന്ന് മുകളിൽ കിട്ടിയിരുന്നു കേസ്. ഓക്കെ ഇപ്പം ഫ്രഞ്ച് അടി പോയിട്ട് നമ്മളെ വെള്ളം പോക്കിയതിന് ശേഷം ഫ്രഞ്ച് ആ മീറ്റ് കൊടുത്ത് ആ ജീവിൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടും കേസ്. അപ്പോൾ ആ ജീവിൻ്റെ അടുത്ത് കിട്ടുന്ന സാധനം കൊണ്ട് ക്രൗബാർ ആണെങ്കിൽ ക്രൗബാർ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. പിന്നെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആവശ്യമില്ലാതെ കിട്ടാമെന്നായിരുന്നു. ഓക്കെ നോക്കാം കേസ് എന്താ കിട്ടണം നോക്കാം. ക്രൗബാർ തന്നെ കിട്ടി കേസ്. ഓക്കെ ഞാൻ പറഞ്ഞ തന്നെ കിട്ടുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു മറ്റേ ഹെലികോപ്റ്ററിൻ്റെ ഇതൊക്കെ കിട്ടുമെന്ന്. എന്തെങ്കിലും ഇതില്ല കേസ്. നമ്മളെന്തെങ്കിലും പറയാൻ ഹെലികോപ്റ്ററാവും. അല്ല ഓർമ്മല്ല കേസ്. ഹെലികോപ്റ്റർ വേണമെങ്കിൽ ചെയ്യിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ വേണ്ട വെച്ചിട്ടാണ്. ഓക്കെ ഗ്രാനി കണ്ടോടാ. അതെങ്ങനെ കേസ് കാണുന്നത്? ഇതെന്ത് ഗ്രാനി കളിക്കണത്? നമ്മളിങ്ങനെ ആകുമ്പോൾ ഗ്രാനി അങ്ങോട്ട് പോകണെന്താ? എന്തൊക്കെയാടാ ഇവിടെ? അത് പൊയ്ക്കോട്ടെ കേസ്. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അങ്ങോട്ട് വാ ഇങ്ങോട്ട് പോകും. ഗ്ലിച്ചാണ്. ഓക്കെ ഇങ്ങോട്ട് പോകും. ഇപ്പോൾ ഞാൻ എവിടെ ഉള്ളത് നിങ്ങൾക്ക് അറിയുക കേസ്. ഈ സ്ഥലത്തുണ്ട്. ഓക്കെ
ഈ സെറ്റിങ്സിൻ്റെ ചിഹ്നം കണ്ടില്ല ഗൈസ് മുകളിൽ ആ സ്ഥലത്തുണ്ട് ഗ്രാനി. ഞാൻ പറഞ്ഞില്ല ഗൈസ് ആ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാവിന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ വളരെ കോഴി വളരെ സന്തോഷമാണ് തോന്നുന്നുണ്ട്, സൗണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ അത് കേസ് ഇവിടെ പ്രകൃതി മനോഹരമായ സൗണ്ടൊക്കെ ഉണ്ടാവും, അത് നോക്കണ്ട കേസൊക്കെ. അപ്പോൾ തന്നെ നമ്മളെ ഗ്രാനി എവിടെ പോയതെന്ന് അറിയില്ല. അങ്ങോട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നുണ്ട് കേസ്, അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ സെറ്റ്. ഓക്കെ നമുക്ക് വേഗം കയറി പോകുക കേസ്. മുകളിൽ ക്രൗബർ വെച്ചെന്ത് തുറക്കാണ്ട്, ആ തുറന്നിട്ട് എന്തെങ്കിലും കിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ അടിയിലും തുറക്കാണ്ട് കേസ്, അതും തുറന്നാൽ എന്തെങ്കിലും കിട്ടും. അപ്പം തന്നെ നമുക്ക് ഗ്രാൻഡ് ഇവിടെ ഉള്ളത് നോക്കുക കേസ്. ഓക്കെ ഗ്രാൻഡ് അവിടെ ഇല്ല. ഗ്രാൻഡ് തോന്നുന്നു ഏറ്റവും അടിയിലാണെന്നാണ്. ഓക്കെ അവിടെ വാതിൽ തുറന്ന് വെച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ ആരാണെന്ന് അറിയില്ല. ഇവിടെ നോക്കുക കേസ്. അവിടെ ആരുമില്ല. പോവാ. കിട്ടി മോനെ കിട്ടി. ഇവിടെ എന്താ എടാ ആൻറ്റി വീരോ, എൻ്റെ ദൈവം ആൻറ്റി വീരൊക്കെ കൊണ്ട് വെച്ച കേസ്. എനിക്ക് എന്തായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഗ്രാനിനെ കൊണ്ട് വെറ്റിയാൽ വിളിക്കുക കേസ്. ഓക്കെ എടുക്കടാ. സെറ്റ് ഗ്രാനി ഒന്നും എൻ്റെ മോനെ കണ്ടിട്ടും കൂടില്ല കേസ് ഗ്രാനി വന്നത്. ഇത് ഗ്രാൻഡ് ഇപ്പോൾ എവിടെ ഉള്ളത് കേസ്? മുകളിലത്തെ നിലയിലുള്ള രണ്ടാമത്തെ നിലയിലുള്ള അപ്പോൾ അടിയത്തെ നിലയിലാണ് ഉണ്ടാവുക. പോകണത്ര സേഫ് അല്ല, എന്നാലും പോയോ കേസ്. ചിലപ്പോൾ ഗ്രാൻഡ് ഇപ്പോൾ അടുക്കളയിലാവും. പോകണം കേസ്. പോവാക്കൊരു പേടിയില്ല. അത് ഗ്രാൻഡ് ഇവിടെ ഉണ്ടോ കേസ്? ഉണ്ട്, ഞാൻ പറഞ്ഞില്ല കേസ്. ഉണ്ട്. അതിപ്പോൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ സീനാവുന്നു. ജസ്റ്റിനാണ് പോയത്. ഓക്കെ നമുക്ക് എന്തെങ്കിലും പെട്ട് കേസ്. ഓക്കെ പെട്ട അവസ്ഥ. ഗ്രാനി മുകളിലാണ്. ഇപ്പം എന്തെങ്കിലും വേഗം പോവാം നമുക്ക്. എന്ത് ചെയ്യും ഗ്രാൻഡിനെ കറക്കി കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഗ്രാനി എടുത്തു കൂടെ വന്നാൽ ഇനി ചാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാതെ സൈഡിൽ കൂടെ ഒരത്തി പോവാം. ഗ്രാനിയില്ല. ഉണ്ടടാ ഗ്രാനി. ഇങ്ങനെ ഇങ്ങനെ തോൽക്കാൻ എന്നാലും നമ്മൾ തോക്കൂല. എത്ര പ്രതിസന്ധികൾ വന്നാലും നമ്മൾ തോൽക്കൂല കേസ്. കുറച്ചൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കേസ്. എന്നിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആരും ഇവിടെ കാണാനല്ല. തുറന്ന് നോക്കാം. ഇടിമിന്നല്ല തോക്ക് കേസ്. അത് ഈ തോക്കൊണ്ട് വലിയ ഉപകാരമല്ല. അന്ന് ഉപകാരമുണ്ട്. എന്താ ഇപ്പം ചെയ്യുക കേസ്? ഇനിയിപ്പോൾ എന്താ തുറക്കാനുള്ളത് നിങ്ങൾ പറയും. ജീവിനെ തുറന്നു. ഇനിയിപ്പോൾ എന്താ തുറക്കാനുള്ളത്? എന്താ ആലോചിക്കട്ടെ കേസ്. എന്നാലും ഗ്രാനിനെ കൊല്ലണം അത്ര സേഫാണ്. ഓക്കെ സെറ്റ്. 1 ഡൗൺ ആയി. രണ്ടാമത്തെ അവിടെ എല്ലാവരും വേഗം വരണം. വേഗം വാ. എന്താ കേസ് ഇപ്പോൾ തുറക്കാനുള്ളത്? ഈശ എന്താ ഇപ്പോൾ ഉള്ളത്? എന്തൊരു ഗ്രാൻഡ്പേരെയും കൂടി കൊല്ല കേസ്. എന്നിട്ട് മുകളിൽ ട്രാപ്പും കൂടി വെച്ചാണ്. തേങ്ങാത്തള്ള ഇവിടെ കട്ടിങ് പ്ലെയറോ? എന്തായാലും നമുക്ക് ഒരു വട്ടം കൂടി എന്നെ കൊല്ല കേസ്. കട്ടിങ് പ്ലെയർ കണ്ടല്ലോ കേസ് നിങ്ങളവിടെ. അത് വെച്ച് എന്തോ ഒരു പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ തള്ളിയിട്ട് ആ സംഭവം വയറ് വെട്ടിയാൽ മുകളിലാവും. അല്ല കേസ് മുകളിലൊരു സംഭവം ഉണ്ട് കേസ്. അതൊക്കെ അറിയാം. ഞാൻ അങ്ങോട്ട് പോയോക്കട്ടെ. മുകളിലൊരു സംഭവം ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ തോക്കും കൂടി എടുക്കാം. തോക്ക് ആവശ്യമുണ്ട്. മുകളിൽ നമുക്ക് മറ്റേ സംഭവം കേസ്. ആ പെട്ടി തുറക്കണ്ട കേസ്. ആ പെട്ടി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടും. എനിക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കാണിച്ചു തരാം. ആരുമില്ല. പോവാ. ഞാൻ കാണിച്ചു തരാം. ഈ സംഭവമല്ല കേസ്. ഇത് തുറക്കാനില്ല കേസ്. നിങ്ങൾക്ക് ഇപ്പോഴല്ലേ ഓർമ്മ വരുന്നത്? ആ ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് തോക്ക് എന്തായാലും അടിയിലേക്ക് ഇടാം. ഇനി നമുക്ക് വേണ്ടത് കേസ് മറ്റേ സംഭവമാണ് കട്ടിങ് പ്ലെയർ. നമ്മൾ അടിയുണ്ടല്ലോ കേസ്. നമ്മൾ ഇട്ട് വെച്ചാണ് അവിടെ. ഓക്കെ എടുക്കണം. ചാടണോ? എടുത്ത് ഇനി ഒന്നും നോക്കിയില്ല. ലാസ്റ്റ് നിമിഷമാണ്. ചാവാതിരിക്കാൻ ശ്രമിക്കുക കേസ്. ഓക്കെ ഭയങ്കര ഓക്കെ ഇതിലുണ്ടാവും കേസ് പെള്ളോക്കി. ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഇതിൽ പെള്ളോക്കി കിട്ടും. നമുക്ക് നോക്കാം. യെസ് ഞാൻ പറഞ്ഞില്ലേ കിട്ടും എനിക്കറിയാം കേസ്. നമ്മളിപ്പോൾ അടിയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്താൻ കേസ്. അതാണ് ഇനി വേണ്ടത്. അടിയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തി കിട്ടിയാലൊരു ഭാഗ്യമായിരുന്നു കേസ്. ഓക്കെ വെള്ളമൊക്കെ കിട്ടിയ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ അടിയിലേക്ക് എത്തുമ്പോൾ ചാവാനായി ഒരു ഭാഗ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും നോക്കുക കേസ്. ഒന്നും അറിയില്ല. ചെറുതായിട്ടൊരു പേടിയും വരുന്നുണ്ട്. എല്ലാം ഒന്ന് കിട്ടിക്കഴിഞ്ഞാണ് കേസ്. ഞാൻ ചത്താനാണെങ്കിൽ ചെറിയൊരു എന്തൊക്കെയോ മാതിരിയാണ് കേസ് ചത്താൽ. ഓക്കെ എന്തായാലും നമ്മൾ മെല്ലെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ കാട്ടി ഇറങ്ങിയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്തായാലും നമ്മളെ ബെല്ലടിച്ച സൗണ്ട് കേട്ടു. ഞാനിങ്ങോട്ട് പോയിട്ടുണ്ട് കേസ്. ഓക്കെ ഞാനവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് വേഗം പോയിട്ട് അടിയിലേക്ക് പോകും. ഗ്രാൻഡ് എന്തായാലും മുകളിലാവും ആയിരിക്കാം. അല്ലടാ എന്താടാ ഗ്രാൻഡ് അടിയിൽ പണി? എന്തൊരു തേങ്ങയാണിത്.
കഷ്ടപ്പെട്ട് ഗ്രാനീനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കേസ് അതും പൊട്ടി. ഗ്രാൻ പടി കിടന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. എന്ത് തേങ്ങയാണ് നമുക്ക് ഗ്രാൻ പടിയിൽ ആരോപിക്കാനായിട്ട് തേങ്ങയ്ക്ക് കേസ് എന്താ ചെയ്യുക കേസ് എന്ത് ചെയ്യും. നമുക്കെന്തെങ്കിലും പോവാം കേസ് ഒന്നും നോക്കില്ല. ഗ്രാൻഡ് എന്തെങ്കിലും മുകളിൽ കയറിയിട്ടുണ്ടാവും അതായിരിക്കും. ഇനി ഗ്രാൻഡ് പടിയിലുണ്ടെങ്കിൽ ഞാൻ നിർത്തി പോയി കേസ് ഒന്നും നോക്കില്ല, ഞാൻ നിർത്തിയിട്ട് പോകും. അപ്പോൾ എന്താ പറയുക കേസ് അതിൽ എൻ്റെ അടിക്ക് പോയേക്കാം അവിടെ ആരും ഉണ്ടാവരുത്. ഇല്ല സ്റ്റാരിങ് എടുക്ക് കിട്ടി കൊടുക്ക്. ഇനി നമ്മളത് അല്ല സൗണ്ട് കിട്ടും ഇപ്പോൾ വരും. നമുക്കിവിടെ 10 മിനിറ്റ് ഒളിച്ച് കേസ് നമുക്ക് ഇവിടെ നിൽക്കുകയാണ് കേസ്. എന്തായാലും 2 മിനിറ്റ് കഴിഞ്ഞു. 2 മിനിറ്റ് നിൽക്കുകയാണ് കേസ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ ഒളിഞ്ഞ് നോക്കി, അപ്പോൾ ആരുമില്ല. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്. ഓക്കെ സെറ്റ് ഇവിടെ വേട് ഒയ്ക്കി കേസ്. ഇതെന്ന് അറിയണം കേസ്. ഇനി നമുക്ക് അടുത്ത ഒരടി നമുക്ക് നോക്കാം. ആലോക്കട്ടെ ഇത് ഇതൊക്കെ വേവേ ഫിറ്റ് ചെയ്യണം, അതാണ് പ്രശ്നം. പക്ഷേ ഇവിടെ ആ ഫിറ്റ് ചെയ്യുമ്പോൾ സംഭവം ഇവിടെ നിലത്ത് വീണാൽ ഡ്രോപ്പ് ആയാൽ പിന്നെ സൗണ്ട് ഉണ്ടാവും. അത് വേറെ തേങ്ങയാണ്. നമുക്ക് എന്തെങ്കിലും വെള്ളോക്കി തുറക്കാണ്ട് അത് തുറക്കുക കേസ്. ഓക്കെ അത് സൗണ്ട് ഉണ്ടാവും കേസ്. മറ്റേ ലോക്ക് വിടുമ്പോൾ സൗണ്ട് ഉണ്ടായി. ആരോ വരുന്നുണ്ട് കേസ്. കൈ കണ്ടു. എടാ എൻ്റെ മോനെ. ഇപ്പോൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കേസ് ആരും വന്നില്ലേന്നു. ഒരു കൈ നേരത്തെ കണ്ടിരുന്നു കേസ്. അതാണോ എനിക്കറിയില്ല. ഇതിന് പെള്ളോക്കി കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തിട്ട് വേഗം പരിപാടി തീർക്കണം. പെള്ളോക്കി ആക്കുക, ബോട്ടിൽ എടുത്ത് രക്ഷപ്പെടുക. അതാണ് സ്പീഡിൽ ചെയ്യണം. 3, 2, 1 പിക്ക്. വേം 1 റെഡി സെറ്റ്. സൗണ്ട് ഉണ്ടായി. പൊടിക്ക് എടുക്ക്. യെസ് അങ്ങനെ കേസ് നമ്മൾ ഫൈനലി നമ്മുടെ ബോട്ട് എസ്കേപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മളെ ഗ്രാനി മൊത്തമായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കേസ് അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള കാണുന്നവർ എല്ലാവർക്കും ബൈ. ഇനിയിപ്പോൾ ഏത് ഗെയിമാണ് ചെയ്യേണ്ടതൊക്കെ ആലോചിക്കട്ടെ കേസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.